നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അല്ലാഹു ഉണ്ടോ മടക്കുന്നു? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, അബൂലഹബിന്റെ മകൻ ഉതൈബ, അവനിലേക്ക് നിന്റെ നായകളിൽ ഒരു നായയെ നീ നിയോഗിക്കണം അല്ലാ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ കഠിന ശത്രുവായ അബൂലഹബും പറയുന്നു, ദുആ നടന്നിട്ടുണ്ടെങ്കിൽ സംഗതി അത് നടക്കുമല്ലോ. ഇരിക്കട്ടെ, ഹബ്ബാർ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊരിക്കൽ യാത്ര പോയി. അങ്ങനെ സറാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ ധാരാളം സിംഹങ്ങൾ, നരികൾ പോലെയുള്ള ജീവികളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു പുരോഹിതന്റെ മണ്ഡപത്തിൽ ഞങ്ങൾ പോയി ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ധാരാളം സിംഹവും നരിയുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഇതാ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ആ സമയത്ത് അബൂലഹബ് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുമായുള്ള കടപ്പാടറിയാമല്ലോ, അതിനാൽ മുഹമ്മദ് എൻ്റെ മകനെതിരായി ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതിനാൽ എനിക്ക് വലിയ പേടിയുണ്ട് അവൻ്റെ വിഷയത്തിൽ. അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി കഴിയാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ കൂടെ സഹകരിക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കളാണോ നിങ്ങളുടെ അടുക്കലുള്ളത്, ചരക്കുകൾ, ആ ചരക്കുകളെല്ലാം കൊണ്ടുവന്നൊരു സ്ഥലത്ത് നിങ്ങൾ കൂട്ടിവെക്കണം. എന്നിട്ട് എൻ്റെ മകന് അതിൻ്റെ 4 ഭാഗത്തും ചരക്കുകൾ വെച്ച് മറച്ചതിന് ശേഷം ഒരു സിംഹമോ നരിയോ പുലിയോ വന്നാൽ അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത വിധം ഒരുപാട് ചരക്കുകൾ കൊണ്ടുവന്ന് അതിൻ്റെ മധ്യത്തിലേക്ക്, മേൽഭാഗത്തേക്ക് അദ്ദേഹത്തിനെ നിങ്ങൾ കയറ്റി ഇരുത്തണം. അവിടെ അദ്ദേഹത്തെ കിടത്തണം. ഒരു മൃഗത്തിനും അവിടെ വരാൻ സൗകര്യമുണ്ടാകരുത്. ഞങ്ങൾ താഴെ അവൻ്റെ ചുവടെ 4 ഭാഗത്തും കാവലായി കിടന്നുകൊള്ളാം. തൈബത്ത് പറഞ്ഞതുപോലെ അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയും അതിൻ്റെ മേലെ അദ്ദേഹം കയറി കിടന്നു. സുബ്ഹാനല്ലാഹ്, അതാ വരുന്നു, ഒരു പുലി വരുന്നു. ആ പുലി വന്ന് ഞങ്ങളുടെ എല്ലാ മുഖയുടെയും തലയുടെ അടുക്കൽ വന്നൊന്ന് മണത്തു നോക്കി. അങ്ങനെ മണത്തു നോക്കിയിട്ട് അതങ്ങോട്ട് നീങ്ങി. പിന്നെ കണ്ടത് ഒരൊറ്റ ചാട്ടമാണ്. ഫൈദാഹു ഫൗഖൽ മതാ, പിന്നെയുള്ളത് ആ ചരക്കുകളുടെ ഒക്കെ മേലെ പുലി എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് അതാ മുഖം മണത്തു നോക്കുന്നു ഉതൈബയുടെ. പിന്നെ ഒരൊറ്റ കടിയാണ്, തല അങ്ങനെ തന്നെ പൊട്ടിക്കുകയാണ്. അദ്ദേഹം സൈഫിയ കൽബ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. വേറെ ഒന്നിനും സാധിച്ചില്ല. ഞങ്ങളെല്ലാം ചാടിപ്പോയി. അതോടുകൂടെ തന്നെ ആ പുലിയും ചാടിപ്പോയി. അദ്ദേഹത്തിൻ്റെ തല മുഴുവനും പൊട്ടിത്തരിപ്പണമായിട്ടുണ്ട്. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, വല്ലാഹി മാ കാനൽ യംഫ്ലിത മിൻ ദഅവതി മുഹമ്മദ്, ഒരിക്കലും മുഹമ്മദിന്റെ ദുആ അതിൽ നിന്നൊരാൾക്കും തെന്നിമാറാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, ശത്രുക്കൾ ആയി നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനത്തെ അംഗീകരിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെന്തേ അവർ വിശ്വസിക്കാത്തത്? അത് വേറൊരു വിഷയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അത് തെളിവുകൾ കണ്ടതുകൊണ്ട് ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എത്ര തെളിവുകൾ നമ്മൾ കാണിച്ചു കൊടുത്താലും പുത്തൻവാദികൾ ആയ മൗലവിമാർ അവർ പ്രത്യേകം അല്ലാഹു തആല വല്ല നിഅമത്തും റഹ്മത്തും ചൊരിച്ചെങ്കിലല്ലാതെ അവർ സുന്നത്ത് ജമാഅത്തിലേക്ക് വരുന്നത് നമ്മൾ കാണൂല, തെളിവ് കിട്ടാഞ്ഞിട്ടല്ല. അതേപോലെ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, മതവിരോധികൾ, സത്യത്തിൻ്റെ ശത്രുക്കൾ, അവർക്ക് എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവരിങ്ങോട്ട് വരൂല. കാരണം അത് അംറുൻ ആഖറു ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രമേ അല്ലാഹു സന്മാർഗത്തിലാക്കുകയുള്ളൂ. അത് റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിലേ ആർക്കും ഹിദായത്ത് ലഭിക്കുള്ളൂ. അല്ലാഹു നമുക്ക് ചെയ്ത വലിയ നിഅമത്തുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എത്ര തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. അല്ലാഹു തആല നമ്മളെ മുഅ്മിനീങ്ങളാക്കി, അല്ലാഹു നമ്മളെ മുസ്ലിമീങ്ങളാക്കി, അല്ലാഹു നമ്മെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളാക്കി. അതിന് എത്ര തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. അതിൻ്റെ പേരിൽ എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. കാരണം ഈ ഭൂമി ലോകത്ത് കിട്ടുന്ന സമ്പത്തോ, ഈ ലോകത്ത് കിട്ടുന്ന ആരോഗ്യമോ, ഈ ലോകത്ത് കിട്ടുന്ന സ്ഥാനമോ അതെല്ലാം താൽക്കാലികം മാത്രമാണ്.
അതേ സമയത്ത് എന്നെന്നും നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണ്. ആ ലോകം വിജയിക്കണമെങ്കിൽ ആവശ്യമായ ഹിദായത്തിന്റെ വെളിച്ചം, ഈമാനിന്റെ വെളിച്ചം അത് അല്ലാഹു നമുക്ക് തന്നല്ലോ. അൽഹംദുലില്ലാ. അതിന്റെ പേരിൽ എത്ര തന്നെ അല്ലാഹുവിന് ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. ഞാൻ ദീർഘമായി അത്തരം വിഷയങ്ങളിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകരാണ് എന്നതിന് അന്നും ഇന്നും എത്ര തെളിവുകളാണ് തന്നിട്ടുള്ളത്.